നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സിനിമാ താരം ഉണ്ണി മുകുന്ദനെ വർഗീയവാദിയാക്കി സിനിമാ ഗ്രൂപ്പിൽ വന്ന കുറിപ്പിന് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി താരം. ഉണ്ണി മുകുന്ദൻ തന്റെ കരിയറിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മാളികപ്പുറം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാണ് മൂവി സ്ട്രീറ്റിൽ വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത്. മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ ഉണ്ണി മുകുന്ദന് മറ്റൊരു ഹിറ്റ് ചിത്രമില്ലെന്നും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് സിനിമ ചെയ്ത ഉണ്ണി മുകുന്ദന്റെ അജണ്ട വെളിപ്പെടുത്തുന്ന ചിത്രമാണ് അടുത്തതായി തയ്യാറാകുന്ന ജയ് ഗണേഷ് എന്നും ഈ പോസ്റ്റിൽ ആരോപിക്കുന്നു. എന്നാൽ ഈ പോസ്റ്റിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ നൽകിയിരിക്കുന്നത്. മാളികപ്പുറം ഈ ഒരു അജണ്ടയുള്ള സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷ് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. നന്ദി മൂവി സ്ട്രീറ്റ്. മാളികപ്പുറം ഒരു അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷ് ഒഴിവാക്കാം. മൂവി സ്ട്രീറ്റിൽ വന്ന പോസ്റ്റിൽ എന്നെ വർഗീയവാദിയാക്കുന്നത് പോലെ തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടവരെയും അത്തരത്തിൽ ചിത്രീകരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദാഹം ശമിപ്പിക്കാത്ത ഒരു സിനിമ ഞാൻ ചെയ്തു എന്നതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങൾ വിദ്വേഷം വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുന്നു. എന്തായാലും ഇത്തരം വിദ്വേഷം വമിക്കുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ സമ്മതം കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ ഇനി ഒരു സിനിമാ ഗ്രൂപ്പായി കാണാൻ സാധിക്കില്ല. ഏപ്രിൽ 11 ജയ് ഗണേഷിന്റെ റിലീസ് തീയതി. ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം വന്ന് സിനിമ കാണണം എന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. സന്തോഷ് പണ്ഡിറ്റ് അടക്കം പോസ്റ്റിന് താഴെ കമന്റായി കുറിച്ചിട്ടുണ്ട്. ഹലോ ഡിയർ, ഇത്തരം സ്വഭാവമുള്ള അലവലാദികൾക്ക് എന്തിനാണ് മറുപടി കൊടുക്കുന്നത്? ഇതുപോലെയുള്ള മൂന്നാം കിട ഗ്രൂപ്പിലെ വർഗീയവാദികൾ എഴുതുന്ന പോസ്റ്റ് എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? ഇത് എഴുതിയവർക്ക് വ്യക്തമായ വർഗീയ അജണ്ടയുണ്ടെന്ന് അത് വായിച്ചാൽ തന്നെ അറിയാമല്ലോ. മാളികപ്പുറം എന്ന സിനിമ നല്ലതാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. കൂൾ ഡിയർ, ഞാനുണ്ട് കൂടെ, ബൈ സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കമന്റ് ചെയ്തത്. ഉണ്ണി മുകുന്ദൻ ഇത്തരം പോസ്റ്റുകൾക്ക് മറുപടി കൊടുത്ത് വില കളയരുത്. മാളികപ്പുറം നല്ലൊരു സിനിമയാണ്. അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് അഭിമാനിക്കാം. ഉണ്ണി മുകുന്ദൻ എന്ന നടനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഭാരതം ആക്രമിച്ച കൊള്ളക്കാരന്റെയും വെള്ളക്കാരന്റെയും പാരമ്പര്യത്തിൽ സ്വയം ജീവിച്ചുകൊണ്ട് അഭിമാനിക്കാൻ സ്വന്തമായി പൈതൃകമോ സംസ്കാരമോ ഇല്ലാത്ത ചില അഡ്രസ് ഇല്ലാത്തവർക്ക് ഭാരതത്തിന്റെ മഹത്തായ പൈതൃകവും സംസ്കാരവും ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമയിൽ കൂടെ ജനങ്ങളിൽ എത്തുമ്പോൾ തീവ്രവാദികളുടെയും വെട്ടിപ്പിടുത്തം മാത്രം പാരമ്പര്യമായുള്ള സാമ്രാജ്യത്വ അധിനിവേശക്കാരുടെയും ചരിത്രത്തിൽ നെകളിക്കുന്ന ചിലർക്ക് അപകർഷതാബോധം കൊണ്ടുള്ള അസംകൃത ഉണ്ടാകും. അത് അഭിമാനം ഉള്ള ഭാരതീയർ ശ്രദ്ധിക്കാൻ നിൽക്കരുത്. അത്തരക്കാരുടെ അപകർഷതാബോധം അവരിങ്ങനെ കരഞ്ഞും പദം പറഞ്ഞും ഒക്കെ തീർക്കും. ഉണ്ണി മുകുന്ദനിൽ നിന്നും അഭിമാനമുള്ള ഭാരതീയർ ഇനിയും ഈ ഭാരതത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്ന നമ്മുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ കഥാതന്തുവായുള്ള സിനിമകളാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സിനിമകൾക്ക് ഇനിയും ഉണ്ടാകേണ്ടതും ആ അജണ്ടയാണ്. വെള്ളക്കാരന്റെയും കൊള്ളക്കാരന്റെയും അച്ഛനല്ല ഭാരതീയരുടെ അച്ഛനെന്ന് ബോധ്യമാക്കി കൊടുക്കുന്ന അജണ്ടയാകണം നമ്മുടെ സിനിമകൾക്ക് വേണ്ടത് എന്നിങ്ങനെ പോകുന്ന കമന്റുകളാണ് ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റിന് താഴെ വരുന്നത്.